എന്നാലും ഈ രംഗത്ത് നിന്നാലും നമുക്ക് ചില പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടും പരീക്ഷണങ്ങളും നമുക്ക് വന്നാലും അതിനെ വളരെ പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്കതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു നിർഭയത്വം പടച്ചോൻ തരും. ഇത് പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു നിർഭയത്വം പടച്ചോൻ തരും. അത് കിട്ടാത്തത്ര മനുഷ്യന്മാരുണ്ടെന്ന് അറിയോ? സങ്കടപ്പെട്ട് എൻ്റെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞ് ഓരോ രോഗം ഡയഗ്നോസ് ചെയ്തതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ വരാന്തിയിൽ കിടക്കുന്ന എത്ര മനുഷ്യന്മാർ, എത്ര പറഞ്ഞാലും അവർക്ക് സമാധാനമാവില്ല. മുഖം ഇങ്ങനെ കരുവാളിച്ച് എല്ലാവരോടും പ്രതിഷേധം കാണിച്ച് എന്തിനാ പടച്ചോൻ എങ്ങനെ ഇടങ്ങാറാക്കണമെന്നൊക്കെ ചോദിച്ച് ആകെ നശിച്ച ചിന്തയുമായി നടക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. എനിക്ക് ഓർമ്മയുടെ കുറച്ച് പ്രായം ചെന്നൊരു മനുഷ്യനെ പറ്റി ഞങ്ങൾ അവിടെ പറയലുണ്ട്. അദ്ദേഹം ഈ വായിൽ ക്യാൻസർ വന്നു. ആ ക്യാൻസർ വന്ന് അതിൻ്റെ ചികിത്സയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനോട് ഒരാൾ സന്ദർശിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങളിപ്പോൾ നിസ്കരിക്കലില്ലേ, കാര്യങ്ങളൊക്കെ ചെയ്യലില്ലേ? അപ്പോൾ അദ്ദേഹം ഞാൻ നിസ്കാരമൊക്കെ നിർത്തി. ഭയങ്കര ദേഷ്യത്തിൽ, എന്തേ ഞാൻ എത്ര കാലം നിസ്കരിച്ചു എന്നിട്ടല്ല ഇപ്പം എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അള്ളാഹിനോട് പ്രതിഷേധിച്ചും കണ്ട് ഞാൻ നിസ്കാരം നിർത്തി, ഞാനത് ചെയ്യില്ല. ഇതാ പടച്ച അവസാനം വെച്ച് കൊടട്ടുടക്കുക എന്നാണ് പരിപാടി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവിടെ അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യം കുറേ പടച്ചം കൈകാര്യം ചെയ്യും. എന്ത് പരീക്ഷണം വന്നാലും നമുക്ക് സന്തോഷകരമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ത്രാണിനം. ഇതല്ലേ ജീവിതത്തിലെ സമാധാനം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് ഈ ദഅ്വാ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി.